വടകരയിൽ സ്വകാര്യ ബസ് അപകടത്തിൽ 2 പേർ മരിക്കാനിടയായ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. കുട്ടോത്ത് വെച്ച സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരണപ്പെട്ട സംഭവത്തിലും പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച ബസ്സിടിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് മരണപ്പെട്ട സംഭവത്തിലുമാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. കുട്ടോത്ത് വെച്ച ഏറാമള്ളി നാരായണന്റെ മരണത്തിനിടയാക്കിയ അപകടം വരുത്തിയ ബസിന്റെ ഡ്രൈവർ പെരുവണ്ണാമുഴി സ്വദേശി ബൈജു കെയുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 മാസം സാമൂഹിക സേവനം നടത്തുന്നതിനും 5 ദിവസം IDTR എടപ്പാളിൽ റോഡ് സുരക്ഷാ ക്ലാസിൽ പങ്കെടുക്കുന്നതിനും നിർദ്ദേശം നൽകി. പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് അടക്കാത്തെരു സ്വദേശി നഗരസഭ മുൻ കൌൺസിലർ പുഷ്പവല്ലി മരണപ്പെട്ട സംഭവത്തിൽ ഡ്രൈവർ ചെറുവണ്ണൂർ സ്വദേശി അശ്വന്ത് എസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 മാസം സാമൂഹ്യ സേവനം നടത്തുന്നതിനും 5 ദിവസം IDTR എടപ്പാളിൽ റോഡ് സുരക്ഷാ ക്ലാസിൽ പങ്കെടുക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വടകര RTO P രാജേഷ് അറിയിച്ചു. ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വടകരയിൽ നടന്നിരുന്നു. വടകരയിൽ റീസെൻ്റായി 2 മേജർ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ദാരുണമായ 2 അപകടങ്ങളാണ് സംഭവിച്ചത്. ആദ്യം ഖേദം പ്രകടിപ്പിക്കുകയാണ്. 27/9/2025 കുട്ടോത്ത് നടന്ന അപകടം. അതിലെ വാഹനം KL 18 AD 2959. നമ്മുടെ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം ഓടിച്ച ശ്രീ ബൈജു KK പെരുവണ്ണാമുഴി അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 1 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിനും 5 ദിവസം IDTR എടപ്പാളിൽ റോഡ് സുരക്ഷാ ക്ലാസ്സിലും പങ്കെടുക്കേണ്ടതാണ്. ഈ വാഹനത്തിൻ്റെ പെർമിറ്റ് ഹോൾഡർ അബു ഹാജി ഉള്ളിയേരി എന്ന വ്യക്തിയാണ്. ഈ പെർമിറ്റ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതാണ്. വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് 19/9/2025 രാവിലെ നടന്ന ആക്സിഡൻറ്റിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. KL 18Y4201 ബസ്സാണ് ഈ അപകടം ഉണ്ടാക്കിയത്. അതിലെ ഡ്രൈവർ, അന്ന് ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ ശ്രീ അശ്വന്ത് AS ചെറുവണ്ണൂർ. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് സുരക്ഷാ ക്ലാസ് IDTRൽ പങ്കെടുക്കേണ്ടതാണ്. ബസ്സുകൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിന് പുറമെ 2 MVMമാരും 2 AMVമാരും ചേർന്ന് ഒരു സ്ക്വാഡ് ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് വരുന്ന 1 മാസക്കാലം സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതാണ്. കൂടാതെ പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നുകൊണ്ട് കമ്പൈൻ ചെക്കിങ് നടത്തുന്നതാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.